കഥാനേരത്തിൽ ഇന്ന് പി വത്സലയുടെ പുഴക്കരയിൽ ഒരമ്മ എന്ന കഥ. മലനിരകളിൽ ഇടിമുരളുന്നേരം അമ്മയുടെ ചങ്കിടിക്കാൻ തുടങ്ങുന്നു. അതുവരെ വരണ്ടുകിടന്ന തൊണ്ടയിലൂടെ ഒരു തീക്കാറ്റ് കടന്നുവരുന്നു. അമ്മ അരിയിരിക്കുന്ന കിണ്ണവുമായി അന്തിമുറ്റത്ത് ഇറങ്ങി നിന്നു. മലമുടികളുടെ രഹസ്യ ഭീകരതയിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്ന മുക്കാലും അരിച്ചു കഴിഞ്ഞ അരി കിണ്ണത്തിൽ കിടന്ന് കുതിർന്നു. ഗ്രാമത്തിലേക്ക് അവസാന ബസ് വരുന്ന നേരമാണ്. അവർ മരക്കൂട്ടങ്ങൾ ഗ്രസിച്ച വഴിയുടെ തുമ്പത്ത് നോക്കി നിൽക്കുന്നു. ആരുടെയോ കാലൊച്ച ഇടിമുഴക്കങ്ങൾക്കിടയിലൂടെ ചോർന്നു വരുന്നു. അമ്മേ, അമ്മേ! ഇരുണ്ടു തുടങ്ങിയ കാറ്റിന്റെ കിടിലം നിലവിളി. ഗ്രാമസന്ധ്യയെ ഇളക്കിമറിച്ച് കാറ്റ് ഓലിയിടുന്നു. കതകുകൾ അടയുന്നു. ഇറയത്ത് തൂക്കിയ ചങ്ങലവട്ടകൾ ആടി ഉലയുന്നു. കന്നുകാലികൾ കേഴുന്നു. അമ്മ ഒന്നും അറിയുന്നില്ല. കാടിറങ്ങി വരുന്ന മഴയുടെ കാലൊച്ചയ്ക്ക് കാതോർത്ത് നിർനിമേഷം നിൽക്കുന്നു. മഴയുടെ താണ്ഡവം ഇതാ ഇപ്പോൾ. ഇല്ല, മഴ വീഴുന്നില്ല. മഴ പെയ്യില്ലെന്ന് അവർക്ക് തോന്നുന്നു. മേഘമാലകൾ മുക്രയിട്ടു ദിക്കുകളുടെ ഇടവഴിയിൽ മായാൻ തുടങ്ങുന്നു. വാളിളക്കുന്ന വെളിച്ചപ്പാട് നടന്നകലുന്നു. അപ്പോൾ ഒറ്റയടി പാത ഇറങ്ങി വരുന്ന ഒരു കൂട്ടം പാദസരത്തിന്റെ നനുത്ത കിലുക്കം. പാവാടത്തുമ്പ് വാരിപ്പിടിച്ച് പുസ്തകക്കെട്ട് മാറത്തടക്കി ഓടിയെടുക്കുന്ന ഒരു പെൺകുട്ടി. അമ്മ മുറ്റത്തിറങ്ങി. അമ്മേ, ഞാനിതിലേ പൊയ്ക്കോട്ടെ? കടവത്തേക്കാണ്. ഇതിലേ ഈ നാട്ടാരെല്ലാം നടന്നു പോണു. നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇന്നാണ് കോളേജിൽ ചേർന്നത്. നടത്തത്തിനിടയിൽ കുട്ടി പറഞ്ഞു. പോണു. അവർക്ക് അവളോട് എന്തോ ചോദിക്കാനുണ്ട്. നേരമില്ല. ഈ മുറ്റത്തൂടെ ഗ്രാമീണരെല്ലാം നടന്നു പോകുന്നു. മലയിറങ്ങി വന്ന് മുറ്റം മുറിച്ച് മണൽത്തിട്ട ഇറങ്ങി കടവിലേക്ക്. കടവിൽ അക്കരയ്ക്കുള്ള തോണി കാത്തുനിന്നു. അമ്മയോട് ഒരു വാക്കുരിയാടാൻ അവർക്ക് സാവകാശം ഉണ്ടാവാറില്ല. അമ്മയുടെ സാന്നിധ്യം അവർക്ക് നിത്യപരിചിതമായി കഴിഞ്ഞു. കടത്തുപുര പോലെ, പുഴത്തിട്ടയിൽ നിന്ന് കയത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷം പോലെ, നദിയുടെ ഒഴുക്കുപോലെ, മുളങ്കാടിന്റെ മർമ്മരം പോലെ ഒരമ്മയുടെ സാന്നിധ്യവും. ചിലപ്പോൾ കടത്തുകാരൻ കഞ്ഞി കുടിക്കാൻ പോകും. ചിലപ്പോൾ അക്കരെ നിന്ന് തേങ്ങാച്ചുമടുകളേറ്റാൻ തോണി ചുമൽ കാട്ടി നിൽക്കുകയാവും. അപ്പോൾ ഇക്കരെ നിൽക്കുന്നവർ അമ്മയുടെ കയ്യിൽ നിന്ന് മോരുവെള്ളം മേടിച്ചു കുടിക്കും. കുട്ടികൾക്ക് ഒരു തുണ്ട് ചക്കരയോ ഒരു തേങ്ങാപ്പൂളോ കശുവണ്ടി ചുട്ടുപൊള്ളിച്ചതോ കിട്ടും. മന്ത്രിക്കുന്ന സ്വരത്തിൽ കുഞ്ഞിക്കൈകളെ നോക്കി അമ്മ പറയും, താഴെ പൊഴിയിൽ കളയണ്ട. ഇന്ന് മുന്നിലൂടെ ഓടിപ്പോയ പെൺകുട്ടി അമ്മയ്ക്ക് തീർത്തും അപരിചിതയാണ്. അവളുടെ അച്ഛനമ്മമാരുടെ മുഖങ്ങൾ ചിന്തയുടെ ഏടുകളിൽ നിന്ന് കണ്ടെടുക്കാൻ അവർ ശ്രമിക്കുന്നു. ആ വെളുത്തു നീണ്ട മുഖം, നിറഞ്ഞു വഴിയുന്ന തലമുടി, പീലിക്കണ്ണുകൾ. ഒരു ദീർഘനിശ്വാസത്തോടെ അലകളുടെ ഇളക്കത്തിൽ ശ്രദ്ധിച്ച് അമ്മ നിന്നു. കലത്തിലെ വെള്ളം ആവിയായി കലാശിച്ചിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം 5:30 ബസ് കുന്നിന്റെ ഉമ്മറപ്പടി വന്നു നിൽക്കുന്ന നേരം അമ്മ മുറ്റത്തിറങ്ങി കാത്തുനിന്നു. കോളേജ് വിടുന്ന സമയമായി. അനേക വർഷങ്ങളായി ആ സമയം അവർ മനോഭിത്തിയിൽ കറുത്ത അക്ഷരങ്ങളിൽ കുറിച്ചു വച്ചിരിക്കുന്നു. തീക്കനൽ കൊണ്ട് കുറിച്ചിട്ട അക്ഷരങ്ങൾ. തുലാക്കാറ്റ് ഇന്ന് മലഞ്ചെരുവുകളിൽ മയങ്ങിക്കിടപ്പാണ്. ആകാശത്തിന്റെ നിരപ്പിൽ ആണ്ടുപോയ ഒരു സൂര്യനെ കാണാൻ അവരുടെ മിഴികൾ പാഴ്ശ്രമം നടത്തുന്നു. ഓടിയിറങ്ങി വന്ന് കിതപ്പാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പെൺകുട്ടി പറയുന്നു, ഇന്ന് മഴ വരണ ലക്ഷണമില്ല. അമ്മ എന്താ ഈ വഴിയിലിറങ്ങി നിൽക്കണേ? നീയെ എന്റെ ശിവനെ കണ്ടോ? ആര്? എന്റെ മോൻ ശിവനെ. അവൾ അമ്പരപ്പോടെ അമ്മയെ അടിമുടി നിരീക്ഷിച്ചു. അമ്മ തന്റെ പേരക്കുട്ടിയെക്കുറിച്ചാവുമോ ചോദിക്കുന്നത്? മോള് ശിവനെ കാണാതിരിക്കില്ല. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും അവന്റെ നെടിയ ശരീരം കണ്ണിലുദിക്കും. നീലവരയുള്ള ഷർട്ടും കറുത്ത കരയുള്ള ഡബിൾ മുണ്ടുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അവൾ തെല്ല് അമ്പരപ്പോടെ പാതി തുറന്ന ചുണ്ടുകളുമായി അമ്മയെ നോക്കി നിന്നു. അമ്മയുടെ മിഴികൾ തിളങ്ങി. തുടുത്ത മൂക്കത്ത് വിയർപ്പുമണികൾ. കണ്ണും കാതും പ്രജ്ഞയും ഒരു നാരായ മുനയിൽ കേന്ദ്രീകരിച്ച് അവർ വീണ്ടും ചോദിക്കുന്നു, അവന്റെ മണിക്കണ്ടത്തിൽ ഒരു മന്ത്രിച്ച ചരട് കെട്ടിയിട്ടുണ്ടാവും. ഞാൻ നിർബന്ധിച്ചു കെട്ടിക്കൊടുത്ത രക്ഷയാണ്. അതഴിച്ചു കളയാൻ എന്റെ മോൻ ശ്രമിക്കില്ല. അവൾ പുസ്തകങ്ങൾ മറ്റേ കൈയിലേക്ക് മാറ്റി. ചുമലിൽ വീണുകിടന്ന ഒരു ചപ്പില നിലത്തേക്കെറിഞ്ഞു. കാറ്റിൽ പറക്കുന്ന അളകങ്ങൾ ഒതുക്കി. എന്താണു പറയേണ്ടതെന്നറിയാതെ പരുങ്ങി. പൊടുന്നനെ അവൾ പറഞ്ഞു, അതാ തോണി ഇക്കരെ എത്തി. ഞാൻ നാളെ ശിവനെ കണ്ടുപിടിക്കും. അമ്മയോട് വിവരം പറയും. അമ്മ അവളെ ഒരു ചെറുപുഞ്ചിരിയോടെ യാത്രയാക്കുന്നു. നല്ല ചൊറുചൊറുക്കുള്ള പെൺകിടാവ്. ശിവന്
അവളെ ഇഷ്ടമാവാതിരിക്കില്ല. ചിലപ്പോൾ അവൻ അവളുടെയൊപ്പം ബസ്സു കയറി നാളെ തന്നെ ഇങ്ങെത്തും. ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്കൊരു ബസ് വരുന്ന കാര്യം ഇതുവരെ അവൻ അറിഞ്ഞിരിക്കയില്ല. രാവിലെ തെങ്ങ് ചെത്താനെത്തിയ കേളുവിനോട് അമ്മ പറഞ്ഞു, എനക്ക് കുറേ മധുരക്കള്ള് വേണം. അമ്മ ചക്കര കുറുക്കാൻ പോണോ? മോനെ, എന്റെ ചക്കരക്കലങ്ങള് കുറേ നാളായി ഒഴിഞ്ഞു കിടക്കണു. ശിവൻ വരുമ്പോഴേക്കും ചക്കര കുറുക്കണം. കേളു അമ്പരപ്പോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് ചെറുപ്പം വച്ചതുപോലെ കവിളിൽ തുടുപ്പ്, കണ്ണിന് തിളക്കം. നെറ്റിയിലെ ചുളിവുകൾ മാഞ്ഞുപോയി. നെറ്റിത്തടത്തിൽ പതിവുള്ള ഭസ്മക്കുറിക്കു പുറമെ അമ്മ ഒരു കറുത്ത ചാന്തുപൊട്ടും തൊട്ടിരിക്കുന്നു. കേളുവിന്റെ നോട്ടം കണ്ട് അമ്മ അരുമയോടെ ചിരിച്ചു. ശിവൻ മടിയിൽ കിടന്ന് മുല കുടിക്കുമ്പോഴ് ചൂണ്ടാണി വിരൽ കൊണ്ട് എന്റെ ചാന്തുപൊട്ടു പൊളിച്ച് വായിലിടാൻ നോക്കുമായിരുന്നു. അമ്മ അരുമ മകനെ മടിയിൽ വച്ചിരിക്കുകയാണെന്ന് കേളുവിനു തോന്നി. അവൻ ഒരു ദീർഘനിശ്വാസം ഒളിക്കാൻ മുഖം തിരിക്കുന്നു. അന്നു വൈകുന്നേരം രാധാമണിയെ എതിരേറ്റത് കുറുക്കുന്ന ചക്കരയുടെ മധുരഗന്ധമായിരുന്നു. ഒരു കൈ കലത്തിൽ കറങ്ങുന്ന ചട്ടുകത്തിലും മിഴികൾ വഴിക്കാവലിലുമാണ്. അടുക്കളയിലിരുന്ന് അവർ വിളിച്ചു, ഇന്ന് അകത്തേക്കു ആയോ? അമ്മ എന്തെടുക്കുക? ചക്കര കുറുക്കുന്നത് അവൾ ഒരിക്കലും കണ്ടിരുന്നില്ല. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് അവൾ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ മധുരക്കള്ളിന്റെ മണം മാഞ്ഞുപോയിരുന്നു. ഇത് ചക്കര ആയിട്ടില്ല. നാളെ വൈകുന്നേരമാവുമ്പോഴേക്കും ഉറയ്ക്കും. അതിനു മുമ്പ് അവർ കൈനീട്ടി തളികയിൽ വിളയിച്ചുവെച്ച മധുരമുള്ള അവൽ അവളുടെ മുമ്പിൽ വച്ചു. തിന്നോളൂ, നല്ല മധുരമുണ്ടാവും. തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഇരുന്നാൽ കാപ്പിയുണ്ടാക്കിത്തരാം. വേണ്ട, ഇപ്പോ തന്നെ നേരം വൈകി. ബസ്സിനു നേരെ ഇന്ന് കല്ലേറുണ്ടായി. കല്ലേറോ? ആരാ കല്ലെറിഞ്ഞത്? ആൺകുട്ടികൾ. അവരെ കയറ്റാതെയാ ബസ് നീങ്ങിയത്. അമ്മ പൊടുന്നനെ എണീറ്റു നിന്നു. ശിവനുണ്ടായിരുന്നോ മോളെ കൂട്ടത്തിൽ? അവൾ നാക്ക് കടിച്ചു. ഇന്ന് ഹാജരെടുത്തിട്ടില്ല അമ്മേ. എല്ലാവരും പുതിയ കുട്ടികളല്ലേ, പേരൊന്നും അറിഞ്ഞുകൂടാ. നാളെ ഞാൻ തീർച്ചയായും. അമ്മ നിശബ്ദം ചട്ടുകം ചുഴറ്റിക്കൊണ്ടിരുന്നു. അടുപ്പിലെ ഇളം നാളത്തിൽ അമ്മയുടെ മുഖം ഇരുട്ടിലിരുന്ന് ജ്വലിച്ചു. വിളക്കു കൊളുത്താറായി. അമ്മ കാത്തിരിക്കും. അതെ, കാത്തിരിക്കാൻ എനിക്ക് അമ്മയില്ലെങ്കിലും. പെൺകുട്ടി പെട്ടെന്ന് നടന്നുപോയി. അമ്മ കലം വാങ്ങിച്ചുവച്ചു പുഴത്തിട്ടയിലേക്ക് നോക്കി നിന്നു. ഇളകുന്ന ജലപ്പരപ്പിൽ നിന്ന് തോണി കരയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ശബ്ദം. നേർത്ത ഇരുട്ടിൽ പുഴ അസ്വസ്ഥമാണ്. മധുരക്കള്ളു കുറുക്കുന്ന മണം കേട്ട് വഴിപോക്കർ അമ്മയുടെ വീടിനകത്തേക്ക് ഉറ്റുനോക്കി. മുറ്റത്ത് നിൽക്കുന്ന അമ്മയുടെ കൺകളിൽ അന്തിവെളിച്ചം തെളിഞ്ഞു കത്തി. ഒരു കാലത്ത് രാവു മുഴുവനും അമ്മ ഈ പുഴക്കരയിൽ കാവലായിരുന്നു. ഒരു ഇരുണ്ട രാവിൽ മലവെള്ളം കടത്തുപുരയും പുഴത്തിട്ടയുടെ ഒരു വലിയ പങ്കും എടുത്തുകൊണ്ടുപോയി. പാദങ്ങൾക്ക് കീഴെ ഭൂമി അലിയുന്നതറിയാതെ അമ്മ കാത്തുനിന്നു. പുഴയുടെ രൗദ്രഭാവം അവരെ വിറകൊള്ളിച്ചില്ല. ഗ്രാമീണരുടെ അനുനയങ്ങൾക്ക് അവർ വഴങ്ങിയില്ല. അടുത്ത ദിവസം ഏതെങ്കിലും ഒരു മുളങ്കാട് അവരുടെ ശവശരീരം താങ്ങി തങ്ങളെ കാത്തുനിൽക്കുമെന്ന് ഗ്രാമീണർ കരുതി. മലവെള്ളത്തിന് അവരെ കടപുഴക്കാനുള്ള കെൽപ്പില്ലായിരുന്നു. രുധിരജലം അവരുടെ ഘനീഭവിച്ച മിഴികൾക്കു മുമ്പിൽ അനങ്ങാതെ കിടന്നു. ആളൊഴിഞ്ഞ കടത്തുവഞ്ചി കർമ്മബന്ധത്തിന്റെ അസഹ്യതയിൽ ചിലനേരം പുളഞ്ഞുകളിച്ചു. ഗ്രാമം മൂകമായിരുന്നു. ഒഴുകിപ്പോയ ജലം ചാക്രിക ചലനത്തിലൂടെ മേഘമായി മഴയായി പെയ്തു. വീണ്ടും മലവെള്ളപ്പാച്ചിലുണ്ടായി. പഴയ ലഹരിയില്ലാതെ, കരുത്തില്ലാതെ തിരിച്ചുവന്ന ഋതുക്കൾക്കിടയിൽ നഷ്ടപ്പെട്ട മകൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ മുതിർന്ന കിടാങ്ങൾ നഗരം തേടി പല വഴിക്കും പോയി. വരും വസന്തത്തിനൊപ്പം മകൻ തിരിച്ചെത്തുമെന്ന് അമ്മ കാത്തിരുന്നു. കോളേജിൽ നിന്നു മടങ്ങുന്ന യുവാക്കളോട് അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു, ശിവൻ എവിടെ? എന്റെ മോൻ ശിവനെ കണ്ടില്ലല്ലോ. ശിവൻ തിരിച്ചു വരുമെന്നോ ഇല്ല എന്നോ ആരും പറഞ്ഞില്ല. അവർ അമ്മയുടെ മുറ്റത്തൂടെയുള്ള നടപ്പു മതിയാക്കി. പുഴത്തിട്ട വലം വെച്ച് ആയിടെ പണിയിക്കപ്പെട്ടിരുന്ന താൽക്കാലിക പാലം കടന്ന് ഗ്രാമത്തിന്റെ അങ്ങേക്കരയ്ക്ക് പോയി മറഞ്ഞു. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും അമ്മയുടെ ദിനസരിയിൽ നിന്ന് മാഞ്ഞുപോയി. കാത്തുനിൽപ്പിന്റെ ഉറച്ച തീരങ്ങളെ ഒഴുക്കെടുത്തുപോയി. അമ്മ വീട്ടുമുറ്റത്തൊതുങ്ങി. അമ്മ പുഴയുടെ, മണൽത്തിട്ടയുടെ, മരിച്ചുകൊണ്ടിരിക്കുന്ന മുളങ്കാടിന്റെ, ഒടിഞ്ഞു വീഴുന്ന തോണിപ്പുരയുടെ, പകിട്ടറിയാത്ത വസന്തങ്ങളുടെ ഭാഗമായി. വഴിപോക്കരുടെ മുഖങ്ങൾ മാറി. അമ്മയ്ക്ക് അവർ പേരില്ലാത്തവരും വേരില്ലാത്തവരുമായി. ഒരിക്കലും മാറാത്ത ഒരു മുഖം കാലത്തെ അതിജീവിച്ച് അവരുടെ മനക്കണ്ണാടിയിൽ മങ്ങാതെ നിന്നു.
ഒരിക്കൽ അവർ രാധയോട് പറഞ്ഞു, മോളെ രാധക്കുട്ടി, നീ അവനെ തിരിച്ചറിയാഞ്ഞിട്ടാണ്. എന്റെ ക്ലാസ്സിൽ 3 ശിവന്മാരുണ്ടമ്മേ. ശിവശങ്കരൻ, ശിവപ്രസാദ്, ശിവൻകുട്ടി. അവരാരും അമ്മയുടെ മകനെപ്പോലെ നെടിയ ശരീരമുള്ളവരോ വെളുത്ത നിറമുള്ളവരോ അല്ല. ഉയരം കുറഞ്ഞവരാണ്, വെറും കുള്ളന്മാർ. അവരെല്ലാം നേതാക്കന്മാരുമാണ്. കഴിഞ്ഞ ദിവസം ബസ്സിനു കല്ലെറിഞ്ഞത് അവരിലൊരാളാണ്. ഒരുത്തന് സ്ഥിരം പണപ്പിരിവാണ് ജോലി. മൂന്നാമൻ ക്ലാസ്സിൽ കയറാറില്ല. ഗേറ്റിനു മുമ്പിലെ പെട്ടിക്കടയിൽ ഇരുപ്പാണ് എപ്പോഴും. അമ്മ നിസ്സഹായതയിൽ മൂക്കറ്റം ആണ്ടുപോകുന്നു. രണ്ടാമതൊരു നിലവിൽ ഉണർന്ന് വർത്തമാനത്തിലേക്ക് പൊങ്ങിവരുന്നു. തുലാമഴ കണ്ണീർ തോർത്തുന്ന ഒരു വൈകുന്നേരം. നനഞ്ഞിരുണ്ട മുറ്റത്ത് മഞ്ഞ വെയിലിൽ നിന്ന് രാധാമണി പറയുന്നു, നാളെ മുതൽ ഞാൻ വരില്ല അമ്മേ. എന്റെ പഠിപ്പു നിർത്തി. എന്തേ കുട്ടി പറഞ്ഞത്? ഇനി പഠിക്കേണ്ടെന്ന് അച്ഛൻ. അടുത്തയാഴ്ച എന്റെ കല്യാണമാണ്. അമ്മ നിശ്ചലയായി. അവളുടെ വെളുത്ത മെലിഞ്ഞ ശരീരം ആറ്റുവഞ്ചിയുടെ ഒരു പൂക്കതിരുപോലെ മെല്ലെ മെല്ലെ കാറ്റിലാടുന്നു. അമ്മ പതിയെ പതിയെ അകത്തേക്കരിച്ചു കയറി. പെൺകുട്ടി നിന്ന നിൽപ്പിൽ. അകത്തെ ഇരുപ്പിൽ നിന്ന് അമ്മ ഒരു ഭാരമേന്തി പുറത്തുവന്നു. ഒരു കൈപ്പെട്ടി. പിത്തളക്കെട്ടുകൾ മങ്ങിപ്രകാശിക്കുന്ന ഒരിരുണ്ട പെട്ടി. നീയ് എന്റെ മോൻ ശിവനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടും കാണാതെ പോയതാവാനാണ് ഇട. അവർ കൈപ്പെട്ടിയുടെ മേലുള്ള പൊടികൾ ഉടുമുണ്ടിന്റെ തുമ്പുകൊണ്ട് തുടച്ചുമാറ്റി. ചുറ്റും കൊച്ചറകൾക്ക് നടുവിൽ ഒരു വലിയ അറ. മൂലയ്ക്കുള്ള നന്നേ ചെറിയ അറയിൽ നിന്ന് ഒരു ഉറുക്ക് പുറത്തെടുത്ത് അവർ പറഞ്ഞു, ശനിദശയിൽ ദോഷം വരാതിരിക്കാൻ വേലുക്കുട്ടി ഗുരുക്കൾ ഉണ്ടാക്കിത്തന്നതായത്. കോളേജിൽ ചേർന്നപ്പോൾ ശിവൻ പറഞ്ഞു, കുട്ടിയോള് കളിയാക്കും. പിന്നെ നടുവിലെ അറയിൽ മങ്ങിയ വെളുത്ത തുണിയിൽ പൊതിഞ്ഞു കിടത്തിയ ഒരു പടം അവർ തൊട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എന്നോണം പുറത്തെടുത്തു. തുണി നീക്കി അമ്മ പറഞ്ഞു, ദാ കണ്ടോളൂ എന്റെ ശിവനെ. ഈറ്റില്ലത്തിലെ പെറ്റമ്മയുടേതുപോലെ സ്നിഗ്ധമധുരമായി മാറി അവരുടെ മുഖം. മിഴികളിലൂടെ ഋതുക്കളും കാലവും പുറകോട്ടു കുതിച്ചു. നിഴലും വെളിച്ചവും മാറി മാറി മുത്തം വയ്ക്കുന്ന അമ്മയുടെ കവിളിൽ അന്തിവെളിച്ചം തെളിഞ്ഞു. നേർത്ത പുകമറയ്ക്കപ്പുറം നിൽക്കുന്ന ശിവനെ രാധാമണി ഉറ്റുനോക്കി. എല്ലിച്ചു നെടുതായ ഒരു പയ്യൻ, തനി ഗ്രാമീണൻ, മുടി പറ്റേ മുറിച്ച് കറുത്ത കരയൻ മുണ്ടും മുറിക്കയ്യൻ കുപ്പായവും നെറ്റിയിലൊരു കുറിയുമായി നിൽക്കുന്ന ശിവൻ. അമ്മ പറഞ്ഞു, അവൻ ആദ്യമായി മുണ്ടുടുത്തതാ. അരഞ്ഞാണച്ചരടിട്ട് മുറുക്കിയാ മുണ്ടുറപ്പിച്ചത്. അപ്പോഴാ ഈ ഉറുക്ക് അവൻ എനിക്കു തന്നത്. രാധാമണി അമ്മയുടെയും മകന്റെയും മുഖത്തു മാറി മാറി നിരീക്ഷിച്ചു. അനേക വർഷങ്ങളായിട്ടും അറ്റുപോകാത്ത ഒരു മൃദുപാശം സന്ധ്യയുടെ ഇരുട്ടിൽ വലിഞ്ഞു മുറുകി പ്രകമ്പനം കൊള്ളുന്നു. കണ്ടില്ലേ അവന്റെ മുഖത്തൊരു വരമീശ? അന്നവന് മീശ മുളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈർക്കിലി ചുട്ട കരികൊണ്ടു വരച്ചാ അവനിത് ഒപ്പിച്ചിരിക്കുന്നത്. അവളുടെ മിഴികൾ പടത്തിലായിരുന്നില്ല. കടലാസ് തുളച്ച് അത് രാവും പകലും കൂട്ടിത്തൊടുന്ന ചക്രവാളത്തിൽ തറഞ്ഞു നിന്നു. അമ്മേ, എനിക്ക് പോകാറായി. അമ്മ അരുമയോടെ മകന്റെ ഓർമ്മകൾ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി. വായടച്ചു കെട്ടിയ മൺകലത്തിൽ നിന്ന് അവസാനത്തെ ചക്കരമുറിയെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് അമ്മ അവൾക്ക് സമ്മാനിച്ചു. വേഗം പൊക്കോ, അച്ഛൻ കാത്തിരിക്കും. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും എന്നെ തെരഞ്ഞ് ഇക്കരെ എത്തുമായിരുന്നു. അമ്മ കടത്തുവരെ അവളെ അനുഗമിച്ചു. നദി നിരാമയയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഇല പൊഴിഞ്ഞ ഒരു മരം പോലെ അമ്മ തീരത്തു നിന്നു. കഥാനേരത്തിൽ ഇന്ന് പി വത്സലയുടെ പുഴക്കരയിൽ ഒരമ്മ എന്ന കഥയാണ് കേട്ടത്. അവതരണം രാഹുൽ അയ്യാർ.